ഹായ് ഗായ്സ്, ബാക്ക് ടു ചാനൽ. അപ്പം നമ്മളാണെങ്കിൽ ഇന്നൊരു ഡെക്കറേഷനാണ്, ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ. അപ്പം എന്തായാലും നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ നമ്മൾ പുതിയതാണ്. അത് നമ്മൾ ഇതെല്ലാം വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കവർ ഓപ്പൺ ചെയ്തിട്ട് ഉള്ള സാധനങ്ങളെല്ലാം എടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡെക്കറേഷൻസും ബോൾസും പിന്നെ സ്റ്റാർസും ഗ്ലിറ്റർ സ്റ്റാർസും പിന്നെ കുറച്ച് ബെൽസും അതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പുൽക്കൂടിനായിട്ട് കുറച്ച് ശില്പങ്ങൾ മേടിച്ചായിരുന്നു. എനിക്കാണെങ്കിൽ ഇതേപോലത്തുള്ള കാർഡ്ബോർഡ്സൊക്കെ പൊട്ടിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ LED ലൈറ്റ് മേടിച്ച് വെച്ചിരുന്നു. പിന്നെ ആണെങ്കിൽ കാർഡ്ബോർഡ് അതിൻ്റെ മണ്ടയിൽ കൂടെ ഉറുമ്പും പോകുന്നുണ്ട്. ജസ്റ്റ് മിനിറ്റ്, ഞാൻ ഇനി അത് പൊട്ടിക്കാൻ പോവുകയാണ്. ഇനി ഭയങ്കര സാറ്റിസ്ഫാക്ഷനായിരുന്നു കേട്ടോ അത് പൊട്ടിക്കുമ്പം. നല്ല രസമല്ലേ, നല്ല രസമാണ്. അതിലെ കേക്കല്ല, എന്താ പറയുക, അതൊന്ന് മുറിക്കുമ്പോൾ ഒരു ഇതാണ്. അപ്പോൾ നമ്മളത് മുറിക്കാൻ പോകുക. ഞാൻ അങ്ങനെ വീണ്ടും ടൈപ്പ് പഠിക്കും, വീണ്ടും ഞാൻ മുറിക്കും, വീണ്ടും ടൈപ്പ് പഠിക്കും. അങ്ങനെ ഞാൻ ചിലപ്പോഴാണ് ചെയ്യാറുണ്ട്. അതിന് പോലെ ഞാൻ ഇന്നും ചെയ്യാറുണ്ട്. ടേപ്പ് പഠിക്കും, ടേപ്പ് മാറ്റും, ടേപ്പ് പഠിക്കും, ടേപ്പ് മാറ്റും. അതേപോലെ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇത്. പിന്നെ കണ്ടോ, അതിൻ്റെ മണ്ടക്കൂട് പൊട്ടാതിരിക്കാനാണെന്ന് തോന്നുന്നു തുണിയെല്ലാം വെച്ചിരുന്നു കേട്ടോ. ഞാൻ തുണിയെല്ലാം റിമൂവ് ചെയ്ത് മാറ്റുമ്പം ഇഷ്ടംപോലെ തുണി, കീറിയ തുണി എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് യേശുവിൻ്റെ അതെല്ലാം ഇതുണ്ടോ, രാജാക്കന്മാർ, യേശുവിൻ്റെ അമ്മ, യേശു, ആട് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം നമുക്ക് ഒരു ഇതാണ് കേട്ടോ. എനിക്കെല്ലാം അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണാമെന്ന് അറിഞ്ഞൂടാ, നല്ല രസമുണ്ട് കണ്ടോ. പിന്നെ ക്യാമല് അതൊക്കെ ഉണ്ട്. അപ്പോഴാണെങ്കിൽ അമ്മയുടെ ട്യൂഷൻ പിള്ളേരൊക്കെ അകത്തിരിപ്പുണ്ട്. അത് പിന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല കംഫർട്ടബിളാണ്, നമുക്ക് നല്ല റേറ്റ് കുറച്ച് കിട്ടും. LED ലൈറ്റ് വേണ്ടേ, ഇതാണ് LED ലൈറ്റ്. ഞാൻ ഇത് റിയൽ ബസാറിൽ നിന്നാണ് പോയി മേടിച്ചത്. നല്ല ക്വാളിറ്റി ഉള്ള ലൈറ്റും എല്ലാം ആയിരുന്നേ. ഞാൻ തന്നെയാണ് ഇതെല്ലാം ഡെക്കറേഷൻ ചെയ്യുന്നത്. അത് ആ ക്രിസ്മസ് ട്രീ ഞാൻ എല്ലാം നൂത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഹാൻഡിൽ ഇങ്ങനെ അടുപ്പിച്ചിരിക്കും. അത് നമ്മളിങ്ങനെ വിടർത്ത് വെക്കണം. കണ്ടോ, LED ലൈറ്റും എല്ലാം എൻ്റെ ആയിരിക്കുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു ഇത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഡെക്കറേഷൻ ചെയ്ത് ഇനി LED ലൈറ്റ് നമ്മൾ ചുറ്റി കൊടുക്കാൻ പോവുകയാണ്. അത് കുറച്ച് പാടാണ്, എന്നാലും നമ്മൾ ഒന്ന് ചെയ്ത് നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണ് സ്കൂളിലൊക്കെ ഡെക്കറേഷൻ ചെയ്തത്. തന്നെയല്ല, കുറച്ച് പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കുറച്ചൊക്കെ പഠിത്തമുണ്ടായതുകൊണ്ട് അതുകൂടെ ഞാൻ ചെയ്ത് വെച്ചു. പിന്നെയാണ് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതതിൻ്റെ മണ്ട ചുറ്റി കൊടുക്കാമെന്ന് എനിക്കറിയായിരുന്നു. വീട്ടിൻ്റെ മണ്ടയിൽ ഞാൻ തട്ടയ്ക്ക് ചുറ്റി വെച്ചിട്ടുണ്ട്, അതേ സാധനം തന്നെ. പിന്നെ അതിൻ്റെ ലൈറ്റ് ഉണ്ടല്ലോ, ഞാൻ ഓൺ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ലൈറ്റ് അകത്താണ്. പിന്നെയാണ് ഞാൻ ഓർത്തത്. അത് കഴിഞ്ഞിട്ട് ഓൺ ചെയ്തപ്പോൾ കണ്ടോ, ലൈറ്റ് എത്തുന്നുണ്ടോ, കണ്ടോ ഗൈസ്. പല മൂടുണ്ടേ, അതായത് ആ നിൽക്കുന്ന സാധനത്തിലുണ്ടല്ലോ നെക്കി പിടിച്ച പല മൂടുണ്ട് കണ്ടോ. പിന്നെ ഞാൻ ക്രിസ്മസ് ട്രീയിലാണ് ഞാൻ ചുറ്റി വെച്ചേ. കൊള്ളാമെങ്കിൽ ലൈറ്റിൽ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ്. പിന്നെ ലൈക്ക് ചെയ്യാൻ പിന്നെ ആണെങ്കിൽ ഇത് കൊള്ളാമോ. പിന്നെയാണ് ഒരു പച്ച സാധനം, അതിൻ്റെ പേരെന്തായിരുന്നു മറന്നുപോയി. ആ സാധനം ഞാൻ എപ്പോഴും ചുറ്റി വയ്ക്കും. പിന്നെ നമ്മുടെ മലയാളത്തിൽ പറയുന്നത് തൊങ്ങണയോ അങ്ങനെ എന്താണ് കേട്ടോ പറയുന്നത്. പിന്നെ ഒരു സ്റ്റാർ കൂടെ ഞാൻ അവിടെ വയ്ക്കുന്നുണ്ടു, അതുകൂടെ ഞാൻ ചുറ്റിക്കൊടുത്തു. പിന്നെ ഗ്ലിറ്റർ സ്റ്റാറും ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ബൈ ബൈ ഗേസ്. പിന്നെ വേറെ വീഡിയോ ഉണ്ട്. ഇപ്പം ഞാൻ വരുന്നു, രാത്രി കാണാം. രാത്രിയാണ് ഇത്. അപ്പോൾ അനിയൻ എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. ക്രിസ്മസ് സാൻറ്റ, പിന്നെ ഞാൻ മണ്ണ് കൊണ്ടുണ്ടാക്കിയ സാൻറ്റ ഉണ്ട്. അത് നമുക്ക് പിന്നെ എടുക്കാമേ. നല്ല രസമാണ് കേട്ടോ, നല്ല രസമാണെന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. കണ്ടോ, അത് വീണ്ടും തറപ്പോയി. അതിൻ്റെ അടുത്ത ദിവസം കണ്ടോ, നല്ല രസമില്ലേ, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നാണ് ഹാപ്പി ക്രിസ്മസ്. പിന്നെ ഞാൻ 2-3 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ഗായ്സ്. കണ്ടേ.
പിന്നെയാണ് ഇതാണ്ട് ഇവിടെ എല്ലാം അലങ്കോലമായിരുന്നു കേട്ടോ. കണ്ടോ? അപ്പോൾ ഗൈസ്, അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മുടെ പുൽക്കൂട് മേക്കിംഗ്. അപ്പം നമ്മൾ 2-3 ദിവസത്തോടെ കഴിഞ്ഞിട്ട് നമുക്ക് പുൽക്കൂട് മേക്കിംഗ് ആണ്. തട്ടിക്കൂട്ട് പുൽക്കൂടായിരുന്നു ഏകദേശം പറയാം. അപ്പോൾ അതിന് സഹായകരമായിട്ട് എൻ്റെ ഒരു കൊച്ചിച്ചയാണ് വന്നത്. പേര് ഞാൻ വിളിക്കുന്ന വല്ലുവെന്നും യഥാർത്ഥ പേര് അനീഷ് കുമാർ എന്നുമാണ്. അപ്പോൾ എന്നെ നല്ലവണ്ണം ഹെൽപ്പ് ചെയ്തു. ഇതേണ്ട അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്ന പോലെ ചുറ്റിക്കോളൂ. ഈ പശ വേണ്ടത് വുഡിൻ്റെ ഫെവിക്കോളാണ് വേണ്ടത്. എനിക്കിഷ്ടപ്പെട്ടൊരു ഇതാണ് ഈ ഫെവിക്കോൾ. എനിക്ക് പശകളിൽ ഏറ്റവും ഇഷ്ടം ഫെവിക്കോളും സൂപ്പർ ഗ്ലൂ ആണ്. ഏറ്റവും ഇഷ്ടം അത് രണ്ടുമാണ്, വേറെ ഒന്നും പോകത്തില്ല. പിന്നെ ഇതാണ്ട് കുറച്ചുകൂടെ ഒരു 5 മണിയൊക്കെ ആയിട്ട് ഇത്രയായി. കണ്ടോ? ഇങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരെണ്ണം കയറാണ് കെട്ടി വെച്ചേക്കുന്നത്. ഇങ്ങനെ ഷേപ്പിനാണ് കട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇത് വെച്ചതിന് ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് കൊച്ചിച്ച തന്നെ പറഞ്ഞു തന്നോളൂ. അത് കഴിഞ്ഞിട്ട് ഇതേണ്ട അച്ഛനാണെങ്കിൽ വന്നു. പ്ലം കേക്ക്, ട്യൂഷൻ പിള്ളേരുടെ പ്ലം കേക്കാണ്. അമ്മ പറഞ്ഞു ലാസ്റ്റ് ദിവസമായിട്ട് പ്ലം കേക്കൊക്കെ വേണമെന്ന് പറഞ്ഞ് അമ്മ മുറിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്ത് വന്ന് നോക്കിയപ്പോൾ കൊച്ചിച്ച് ഇത്രയായി. കണ്ട് ഗൈസ്, നിങ്ങൾക്ക് കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നുമെങ്കിൽ ഒരു 2-3 മണിക്കൂറത്തോളം പ്രയാണമാണ് ഇത്. ഞാൻ പിന്നെയാണ് ക്യാമറ എല്ലാം തിരിച്ച് വെച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അതിൻ്റെ അകത്തൂടെയൊക്കെ കയറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ? ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ നേരെ നോക്കുമ്പോൾ നല്ലപോലെ മനസ്സിലാവും അല്ലേ ഗൈസ്? കെട്ടേണ്ടതേണ്ട ഇതേപോലെയാണ്. കണ്ടോ? ബ്ലേഡ് വെച്ച് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പം ബ്ലേഡായിരിക്കും. പിന്നെ കൊച്ചു പിള്ളേർ ഇതങ്ങനെ കെട്ടാൻ നിൽക്കണ്ട. വീട്ടിൽ ആരും ഇല്ലെങ്കിൽ നിങ്ങൾ കത്രിക വെച്ച് മുറിച്ചാൽ മതി കേട്ടോ. കണ്ടോ? നമ്മളിങ്ങനെ ഷേപ്പ് റെഡി ആക്കിയിട്ടുണ്ട്, താഴെയും മണ്ടയിലും. പിന്നെ ഞാനാണെങ്കിൽ ഒറ്റ നിലയാണ്. ചിലവരൊക്കെ വലിയ വീടിൻ്റെ കൂട്ട്, ഞാൻ ഒറ്റ നിലയാണ് കെട്ടിയിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ പുല്ലുവരായിട്ട് ഓലയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ റെക്കോർഡായതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഇത് തോന്നും. കുറേ വീഡിയോസ് വരുവേ. എല്ലാം കണ്ട് ലൈക്ക് സബ്സ്ക്രൈബ് അടിച്ചേക്കണം. ഇപ്പം ഗിവ് അവേ വരുന്നുണ്ട്. ഫസ്റ്റ് വിന്നറിന് ഞാൻ ഇതിനായിട്ടും കണ്ട് പിടിച്ചിട്ടില്ല. ഇനി സെക്കൻഡ് വിന്നർ, തേർഡ് വിന്നർ. ക്രിസ്മസ് ആയതുകൊണ്ട് എനിക്ക് 200 സബ്സ്ക്രൈബേഴ്സ് ആയ എത്രയും പെട്ടെന്ന് ഞാൻ 10 ഗിവ് അവേ വയ്ക്കും. 10 പേർക്കായിട്ട് കൊടുക്കുകയും ചെയ്യും. സൂപ്പറായിരിക്കും. LED ലൈറ്റ്സ്, പിന്നെന്താ മാല, അതൊക്കെ ഉണ്ടാവും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലേ? ഇതേണ്ട അപ്പോഴത്തേനും എൻ്റെ അനിയൻ ഇങ്ങി വന്നു കേട്ടോ. കണ്ടോ? അമ്മ അപ്പോഴത്തേനും അങ്ങോട്ട് പോയി. അമ്മയുടെ ട്യൂഷൻ പിള്ളേരെയൊക്കെ വിട്ടു. അത് കഴിഞ്ഞിട്ട് എന്താ ഗൈസ്, നമ്മൾ വീണ്ടും പരിപാടി തുടങ്ങിയിരിക്കുന്നു. കണ്ടോ? നല്ല രസമുണ്ടോ? അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ ആയി, ഒരു 6 മണിയൊക്കെ ആയി കാണും ഇപ്പം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓല ഉണ്ടല്ലോ ഷേപ്പിനാക്കി നമ്മൾ ഓല വെച്ചിട്ടുണ്ടേ. ഓല മണ്ടയിലും താഴെയിലും ഷേപ്പ്, എല്ലാ ഓലയും ഇവിടെ നമ്മൾ കെട്ടുന്ന എല്ലാ ഓലയോടെ ഷേപ്പാക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ടയിൽ കയറ് കെട്ടണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ടയിൽ പിന്നെ എൻ്റെ അച്ഛൻ എന്നെ സഹായിച്ചു കേട്ടോ. അച്ഛനാണ് പിന്നെ സഹായിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേപോലെയാണ് കെട്ടുന്നത്. ഞാൻ പറഞ്ഞ പോലെ കണ്ടോ ഓല. നിങ്ങളുടെ മുതിർന്നവർ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ കെട്ടിയാൽ മതി. പിന്നെ സൈഡിൽ ഓല കെട്ടണം, പക്ഷെ ഞങ്ങളത് ചെയ്തില്ല. ഭയങ്കര പരിപാടിയായതുകൊണ്ട് എനിക്ക് ചെയ്യാനും തോന്നിയില്ല. വേണ്ടവരങ്ങനെ ചെയ്തോളൂ. പിന്നെ തറയിൽ ഓല കെട്ടണം, അതും എനിക്ക് മെനക്കേടാണ്. അതുകൊണ്ട് ഈ മെനക്കേടൊന്നും എനിക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനതൊന്നും ചെയ്തില്ല. അപ്പം നമ്മുടെ പുൽക്കൂടിൻ്റെ ലാസ്റ്റ് ലുക്ക് ഇതാണ്. കൊള്ളാമെങ്കിൽ ഒന്ന് കമൻ്റ് അടിച്ചേക്കടായി, കൊള്ളാമെങ്കിൽ. നല്ല കഷ്ടപ്പെട്ട് ചെയ്തേ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കാൻ.
അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്പേസ് വിട്ട് വേണ്ട അച്ഛൻ വീണ്ടും ചെയ്തു കേട്ടോ. വീണ്ടും ഓല ചെയ്തു. ഞാൻ വിചാരിച്ചു ഫൈനൽ ലുക്ക് അതാണ്. അച്ഛൻ പറഞ്ഞു പിന്നെ സ്പേസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞ് അച്ഛൻ വീണ്ടും അയച്ചു തന്നു കേട്ടോ. കണ്ടോ? അപ്പോൾ ഗൈസ് കൊള്ളാമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, എൻ്റെ അച്ഛന് വേണ്ടിയെങ്കിലും. അപ്പോൾ ഗൈസ് ഇന്നത്തെയാണ് ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പുൽക്കൂട് ആൻഡ് നമ്മുടെ എന്താ പറയുക ക്രിസ്മസ് ട്രീയുടെ രാത്രിത്തുള്ള ലുക്കാണ് ഇത്. സൂപ്പറാണ്. നമ്മുടെ വീട് ഫുള്ളും കണ്ടോ? നമ്മുടെ പുൽക്കൂടിനകത്ത് ഒരുപാട് പേരിയ്ക്കുന്നു. കണ്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറന്നിട്ടില്ലല്ലേ. ഞാനാണെങ്കിൽ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഞാൻ താഴെ കുറച്ച് പച്ച തുണിയില്ലേ, അത് അതിൻ്റെ താഴെ അങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ. ഇന്നലെ എടുത്ത വീഡിയോ ആയതുകൊണ്ട് പിന്നെ എടുക്കാൻ എനിക്ക് ഒരു മൂഡ് കിട്ടിയില്ല. രാത്രി എടുക്കുന്നതാണ് ഒരു രസം അല്ലേ ഗൈസ്. പിന്നെ അതാണ് പുറത്തിറങ്ങിയിട്ട് ഞാൻ സ്റ്റാർസൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സൂപ്പർ സാധനമാണ്. അമ്മയ്ക്ക് പിന്നെ ഉണ്ണിക്കുറിയൊക്കെ കിട്ടി. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം.